എന്താ സംസാരം ഇത്? ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? വെറുതെ കലപില സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് അടുപ്പമുണ്ടാകുന്നത് ആ വ്യക്തിയുടെ വാക്കുകളിലൂടെയാണ്. ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ നമ്മൾ കഴിയണം. വാക്കുകൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ള വ്യക്തിയെ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കേണ്ടത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു വാക്കും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ ഭംഗിയുള്ള വാക്കുകൾ സംസാരിക്കാം? അതിന് ഞാൻ ഒരു സൂത്രം ഇപ്പോൾ പറഞ്ഞു തരാം. അതുപോലെ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. അൻപാ പേസ്, ഇനിമയാ പേസ്, ഉന്മയാ പേസ്, നന്മൈ പേസ്, அளந்து பேசு, அறிந்து பேசு, அளந்து பேசு, സഭ അറിந்து പേസ്, പേസാമ ഇരുന്ന് പഴക്. മനസ്സിലാക്കാണോ അല്ലേ? അൻപാ പേസ്, വളരെ സത്യസന്ധമായി നന്നായി സംസാരിക്കുക. ഇനിമയാ പേച്ച്, മാധുര്യത്തോടെ സംസാരിക്കുക. ഉന്മൈ പേസ്, നല്ല സത്യം ഉള്ള കാര്യങ്ങൾ പറയുക. നന്മ പേസ്, നല്ല കാര്യങ്ങൾ സംസാരിക്കുക. അറിന്ത് പേസ്, നമ്മൾ വ്യക്തികളെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി സംസാരിക്കണം. അളന്ത് പേസ്, ലിമിറ്റ് ചെയ്ത് എങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണ് സംസാരിക്കേണ്ടതെന്ന് ആലോചിച്ച് വേണം സംസാരിക്കാൻ. സഭ അറിന്ത് പേസ്, വ്യക്തികളെ സാഹചര്യങ്ങളെ നോക്കി വേണം നമ്മൾ സംസാരിക്കാൻ. പേസാമ ഇരുന്ന് പഴകും, ചില സന്ദർഭങ്ങളിൽ ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ടി വരും. ആ സാഹചര്യങ്ങൾ നമ്മൾ ഒന്നും തന്നെ സംസാരിക്കാതെ വളരെ സൈലൻസായിട്ട് ഇരിക്കുക. ഇങ്ങനെ വേണം നമ്മുടെ വാക്കുകളെ നമ്മൾ വളരെ പവിത്രവും മനോഹരവുമാക്കി മാറ്റാൻ. താങ്ക് യു ഓൾ. ഐ ആം യുവർ ദിവ്യ സജിത് ഫ്രം ദിബൂസ് ഹാപ്പിനെസ് ഹബ്.